ശ്രീ പണിക്കർ, ഇതിനകത്ത് ഇപ്പോൾ ഈ മന്ത്രിയാകാൻ അവസരം കിട്ടിയതും ഇതേ നീതിന്യായ വ്യവസ്ഥയുടെ മെല്ലെപ്പോക്ക് തന്നെയാണല്ലോ. മെല്ലെപ്പോക്ക് അല്ലെങ്കിൽ അതിൽ സ്വാധീനത്തിന്റെ ഇലമെന്റ് ഉണ്ടായിട്ടുണ്ട്. 22 തവണ ഈ കേസ് മാറ്റിവെച്ചപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. പക്ഷേ ഇന്ന് ആന്റണി രാജു പറയുകയാണ് ഞാനോ വക്കീലോ കൃത്യമായിട്ട് ഹാജരായിട്ടുണ്ടെന്ന്. അതാരെ പറ്റിക്കാനാണെന്ന് അറിയില്ല. അപ്പോൾ നിയമത്തിന്റെ ഒരു ആനുകൂല്യവും അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു, നിയമത്തിന് അതീതമായ ആനുകൂല്യം അല്ലേ? അത് മാത്രമല്ല, അന്ന് ആ സമയത്ത് തന്നെ 90കളിൽ തന്നെ ഓസ്ട്രേലിയയിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയതാണ് കേരള പോലീസിന്. എത്ര വർഷം നീണ്ടു? 30-ലേറെ വർഷങ്ങൾ. തീർച്ചയായിട്ടും നമ്മൾ ആരെ പറ്റിക്കാനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിനെ പറ്റിക്കാനാണ് അദ്ദേഹം ഇത്രയും കാലം ഇത് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അദ്ദേഹം ചെയ്തിരുന്നത് കോടതിയുടെ പരിഗണനയിലുള്ള അല്ലെങ്കിൽ കോടതിയുടെ കസ്റ്റഡിയിലുള്ള തൊണ്ടിയിൽ അദ്ദേഹം തിരിമറി നടത്തി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കുറ്റം. അതുവഴി അദ്ദേഹം ചെയ്തിരുന്നത് എന്തിനെയാണ്? നീതിന്യായ സംവിധാനത്തിനെ മൊത്തത്തിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പറയുമ്പോൾ ഒരു അണ്ടർവെയർ കേസ് എന്നൊക്കെ പറഞ്ഞ് അതിനെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കൂടുതലായിട്ടും ട്രോൾ ചെയ്യുകയാണെങ്കിലും അതീവ ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. കോടതിയുടെ കൈവശം ഇരിക്കുന്ന ഒരു കാര്യത്തിനെ ഈ കേസുമായി ബന്ധമുള്ളതല്ലാത്ത മറ്റു വസ്തുക്കളെല്ലാം തന്നെ ഈ പ്രതിയുടെ ഒരു ബന്ധുവിന് വേണ്ടി കൈപ്പറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിന് പോകുന്നതും ആ സാധനങ്ങളെല്ലാം തന്നെ വാങ്ങുന്നതും. ഇത് അദ്ദേഹത്തിന് അറിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ കേസിൽ ജൂനിയറായിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരായ ആളാണ് ആന്റണി രാജു. തന്നെയുമല്ല, അദ്ദേഹം ഇത് എഴുതി വാങ്ങുന്ന സമയത്ത് അവിടെ എഴുതി കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: കടും നീല നിറത്തിലുള്ളതും ബനിയൻ തുണിയിൽ തുന്നിയതുമായ മുഷിഞ്ഞ ജട്ടി 1. അപ്പോൾ അതെന്തായാലും ഈ കേസിലെ തൊണ്ടിയാണ്, അതല്ലാതെ അവിടെ ജട്ടിക്കച്ചവടമൊന്നും അല്ലായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം അത് ഏത് ദിവസമാണ് റിസീവ് ചെയ്തിരിക്കുന്നത്, ഏത് തീയതിയിലാണ് അത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പ്, ഈ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് കോടതിയുടെ രേഖകളിലുണ്ട്. അത് തൊണ്ടി രജിസ്റ്ററാണ്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് ഇത് എഴുതി ഒപ്പിട്ട് വെച്ച് തെളിവുണ്ടാക്കി വെച്ച് വളരെ കൃത്യമായിട്ട് തൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിൽ തെളിയിച്ചതിന് ശേഷം ഇന്ന് വന്നതിന് ശേഷം ഞാൻ നിരപരാധിയാണ്, നിരപരാധികളും ഈ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ജട്ടി അടിച്ചു മാറ്റി അളവ് തയ്പ്പിച്ച് കുറച്ചതിന് ശേഷം തിരികെ കൊണ്ട് കോടതിയിൽ കൊടുത്തതിൻ്റെ പേരിൽ ഇന്നേ വരെ 3 വർഷം ജയിലിൽ കടന്നിരിക്കുന്ന മറ്റ് നിരപരാധികളുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കൃത്യസമയത്ത് നമ്മൾ പറയും പലപ്പോഴും ഈ ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്താണ്? കൃത്യസമയത്ത് ഇതിൽ അന്വേഷണം നടന്ന് കൃത്യസമയത്ത് ഇതിൽ നീതി പുറപ്പെടുവിക്കുന്നതിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആന്റണി രാജു നമ്മുടെ നാട്ടിലൊരു മന്ത്രി ആവില്ലായിരുന്നു. ഒരു 2.5 വർഷത്തെ കാലയളവിലേക്കാണെങ്കിലും അദ്ദേഹം ഈ കേരളത്തിലെ സംസ്ഥാനത്തെ വലിയ ഭരണ നിയന്ത്രണത്തിലുള്ള ഒരു വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു എന്നുള്ളത് നമ്മളെ ലജ്ജിപ്പിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിലെ നിയമനീതി സംവിധാനത്തിനെ എല്ലാം തന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ച ഒരാളാണ് നമ്മുടെ മന്ത്രിയായിരുന്നത് എന്നുള്ളത് ഒരു വസ്തുത. അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് നോക്കൂ, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് മറ്റുമാണ്. ജനാധിപത്യം എന്നാണ് അതിൽ പറയുന്നത്. ഒരു തരത്തിലുള്ള ജനാധിപത്യവും അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലില്ല. കാരണം ജനാധിപത്യത്തിൽ തന്നെ അതിൻ്റെ കാവൽ നായകൾ, നമ്മൾ ഈ വാച്ച് ഡോഗ്സ് എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങളുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങളെ അടിമുടി കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിച്ചത്. സത്യത്തിൽ അദ്ദേഹം ചെയ്തിരുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം എന്താണ് എന്ന് ആലോചിച്ച് നോക്കൂ. കേവലം ഒരു തൊണ്ടിയിൽ കൃത്രിമത്വം കാണിക്കുക എന്നുള്ളതല്ല. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ഒരു വിദേശ പൗരൻ 61 ഗ്രാം മയക്കുമരുന്ന് തൻ്റെ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് തിരുവനന്തപുരം അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് പിടിക്കപ്പെട്ട ഒരു വിദേശ പൗരനെ ആ തെളിവ് മറച്ചതിന് ശേഷം അയാളെ ആ കേസിൽ നിന്ന് ഊരിയെടുത്ത് അയാൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനുള്ള സേഫ് റൂട്ട് ഉണ്ടാക്കി കൊടുത്തയാളാണ് ആന്റണി രാജു. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന തെറ്റ്. അപ്പോൾ ഒരു മയക്കുമരുന്ന് കേസിൽ നമുക്കറിയാമല്ലോ, ഇന്നത്തെ സർക്കാർ, ആന്റണി രാജു തന്നെ 2.5 വർഷം മന്ത്രിയായിട്ടിരുന്ന സമയത്ത് കേരള സർക്കാരിൻ്റെ മയക്കുമരുന്നിന് എതിരായിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഡ്രൈവുകളും ഒക്കെ എങ്ങനെയാണ് നടത്തിയതെന്നുള്ളത് നമുക്കറിയാം. എന്ത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് അദ്ദേഹം അതിലൊക്കെ പങ്കെടുത്തത്? അതിലൊക്കെ പങ്കെടുക്കാനുള്ള ക്രെഡിബിലിറ്റി അദ്ദേഹത്തിന് എന്തായിരുന്നു? അതാണ് ആലോചിച്ച് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസിൽ പെട്ടിരുന്ന ഒരു പൗരനെ അദ്ദേഹം അതിൽ നിന്ന് ഊരിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. 2, അതൊരു വിദേശ പൗരനാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിൽ പല വിദേശികളും നമ്മുടെ നാട്ടിൽ വന്നിട്ട് പല ക്രൈമും ചെയ്തതിന് ശേഷം ഉന്നത രാഷ്ട്രീയ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഇവിടെ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എത്രയോ കഥകൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഭോപ്പാൽ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്ന മറൈൻസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോഴും അതിന്റെ വാദപ്രതിവാദങ്ങൾ തീർന്നിട്ടില്ല. മാത്രമല്ല, ആന്റണി രാജു രക്ഷിച്ച ഓസ്ട്രേലിയൻ പൗരൻ അവിടെ പോയി മറ്റൊരു കൊലപാതക കേസിൽ ജയിലിലാവുകയും ചെയ്തു. മഞ്ജുഷ്, ഇതിന്റെ രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ കേസിൽ
അദ്ദേഹത്തിൻ്റെ അവിടെ ഓസ്ട്രേലിയയിൽ വെച്ചുണ്ടായിരുന്ന കേസ് എന്താണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഓസ്ട്രേലിയയിലുള്ള ഒരു സുഹൃത്ത് വഴി അതിനുവേണ്ടി ശ്രമിച്ചു. അതിൻ്റെ കേസ് ഏതാണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ അവിടെ നിന്ന് ജഡ്ജ്മെൻറ്റ് കിട്ടണമെങ്കിൽ എത്രയോ ഓസ്ട്രേലിയൻ ഡോളർ നമ്മൾ പണമടയ്ക്കണം. അങ്ങനെ ഞാൻ അതിനു വേണ്ടിയിട്ട് പണമടച്ചിട്ട് ആ കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫുൾ ഹിസ്റ്ററി എടുത്തതാണ്. ആ ഹിസ്റ്ററി എടുത്ത് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അയാൾ അവിടെ ചെന്നിട്ട് ഇസ്മത്ത് ഷൈഗ്രിയ ബല്ല എന്ന പേരിലുള്ള ഒരു വ്യക്തിയെ കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഇയാളും വെസ്ലി ജോൺ പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുപ്രതിയും കൂടി ചേർന്നിട്ട് ഈ രണ്ടുപേരും കൂടി കൊല ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ആ കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാളെ ചോദ്യം ചെയ്യുമ്പോൾ ഈ വെസ്ലി ജോൺ പോൾ എന്ന് പറയുന്ന കൂട്ടുപ്രതി അയാളെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന 2 ഡിറ്റക്റ്റീവ് സീനിയർ കോൺസ്റ്റബിൾസ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അയാളാണ് പറയുന്നത് കേരളത്തിൽ നിന്ന് ഇതേപോലെ ഒരു തട്ടിപ്പ് തൊണ്ടിയിൽ തിരിമറി കാണിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്നതാണെന്ന് എന്നോട് ഇയാൾ വീമ്പ് പറഞ്ഞു എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് പിന്നീട് പൊങ്ങുന്നത്. തന്നെയുമല്ല, ആ കേസിൽ തന്നെ ഈ രണ്ടാമത്തെ കേസ് പരിഗണിക്കുന്ന സമയത്ത് അതിൽ അയാളുടെ കൊലക്കുറ്റം പ്രൂവ് ചെയ്തില്ല. പക്ഷേ ഈ ബോഡി മറവ് ചെയ്തിരിക്കുന്നത് ഇയാളാണ് എന്നും അത് അനധികൃതമാണ് എന്നും കണ്ടിട്ട് 2 കൊല്ലത്തെ സെന്റൻസ് ആയി ആ കേസിൽ അവിടെ കിട്ടി. പക്ഷെ ആ കേസുമായി ബന്ധപ്പെട്ട് 1998 മാർച്ച് മാസം വിക്ടോറിയ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. ആ വിധിയിൽ ഇയാളുടെ കണ്ടക്റ്റിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഈ കടന്നുപോയ ജട്ടിക്കേസിലെ പ്രതിയെക്കുറിച്ച് കോടതി പറയുന്ന വിക്ടോറിയൻ സുപ്രീം കോടതി പറയുന്നത് അയാളെ ലഹരി വിമുക്ത മാർഗത്തിലേക്ക് കൊണ്ടുപോയി കംപ്ലീറ്റ്ലി ഒരു റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ടുണ്ടായിരുന്ന ശ്രമങ്ങളെല്ലാം ഏതാണ്ട് സക്സസ്ഫുൾ ആണ് എന്നാണ്. എന്ന് വെച്ചാൽ അയാളൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നുള്ളത് അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. അങ്ങനെയുള്ള ആളിന്റെ കയ്യിലാണ് നമ്മൾ ഈ 61 ഗ്രാം ഹാഷിഷ് കണ്ടത്. അല്ലാതെ ഇയാള് നിഷ്കളങ്കനായിട്ടുള്ള പാൽക്കുപ്പിയോ ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്തിയെടുക്കുവാൻ വേണ്ടിയാണ് ആന്റണി രാജുവിൽ കളവ് കാണിച്ചത്. അങ്ങനെ ഒരു കളവ് കാണിച്ച ആളെയാണ് കേരളം 2.5 വർഷം മന്ത്രിയായി സഹിച്ചത്. 2.5 വർഷം മന്ത്രിയായിട്ട് സഹിച്ചു. മയക്കുമരുന്ന് കേസിലുള്ള ആളാണ്, വിദേശ പൗരനാണ്, അയാൾ ഒരു സീരിയൽ ഒഫൻഡർ ആണ്. അയാൾ ഒരുപക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, അയാൾ ഇവിടെ നിന്ന് കൃത്യമായിട്ട് അയാൾക്ക് ആ പറയുന്ന 10 വർഷത്തെ ശിക്ഷ കിട്ടിയ അയാൾ ഇവിടെ കിടക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു നാട്ടിൽ പോയിട്ട് വേറൊരു ക്രൈം പോലും അയാൾ ചെയ്യില്ലായിരുന്നു. മറ്റൊരു കാര്യം കൂടിയാണ്, ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലാവധി കഴിയുന്നു, അപ്പോൾ MLA സ്ഥാനം പോയാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം, അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല, അതേ ഉള്ളൂ. അതല്ലാതെ വലിയ നഷ്ടമൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് മുന്നണിക്ക് LDFന് തലയൂരാം ഇല്ല ഇത് പറഞ്ഞുകൊണ്ട്, അല്ലെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ഇതിനെ കാണാം, ഒരു പ്രതികരണവും നടത്താതെ. എന്നോടാണോ ചോദ്യം? അതെ അതെ. തീർച്ചയായിട്ടും. നോക്കൂ, അത് ഏത് കേസിലാണ് LDF സമ്മതിച്ചിട്ടുള്ളത്? ഇത് ഞങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തെറ്റാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരാളിൻ്റെ ഒരു പ്രശ്നമാണ്, ഏത് കേസിലാണ് പറയുന്നത്? നമ്മളിപ്പോൾ 2 കേസുകൾ കണ്ടതല്ലേ. ഇപ്പോൾ പത്മകുമാറുമായി ബന്ധപ്പെട്ട് ശബരിമല കേസ് നടക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണ്? പത്മകുമാർ MLA അല്ലല്ലോ എന്ന് പറഞ്ഞു. മുകേഷുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സമാധാനമായിട്ട് മറ്റൊരു കേസ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നത് എന്താണ്? അന്നേരം ആ MLA അല്ലല്ലോ എന്നുള്ളതല്ല, പാർട്ടിയുടെ വേറെ അംഗമല്ലല്ലോ, പാർട്ടിയുടെ നേരിട്ടുള്ള ആളല്ലല്ലോ, ഏതെങ്കിലും കമ്മിറ്റിയിലുള്ള അംഗമല്ലല്ലോ എന്നൊക്കെ പറയുക. അപ്പൊ ന്യായം കണ്ടുപിടിക്കുന്നതിന് ഇവർക്ക് പലതും കണ്ടുപിടിക്കും. ജനാധിപത്യ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഒറ്റയാൾ പാർട്ടി എന്ന രീതിയിലാണ്, കുറച്ച് അണികളും കുറച്ച് നേതാക്കളുമുള്ള ഒരു പാർട്ടി. അതിന്റെ തലപ്പത്ത് ആന്റണി രാജു. CPM അല്ല, മറ്റൊരു ഇതാണ്. ഇപ്പൊ മന്ത്രിയല്ല, ഞങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയില്ലേ, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം നിലയ്ക്ക് ജയിച്ചു വന്നിരിക്കുന്ന MLA ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെല്ലാം ന്യായവാദങ്ങൾ. ഫാക്ട് ഓഫ് ദ മാറ്റർ. പക്ഷെ ഞാൻ പറയുന്നത് ഫാക്ട് ഓഫ് ദ മാറ്റർ എന്താണ്? ആ ഫാക്ട് ഓഫ് ദ മാറ്റർ ആണ് നമ്മൾ ചേസ് ചെയ്യേണ്ടത്. നമ്മൾ ഈ അടിവസ്ത്രം എന്നൊക്കെ ഉള്ള കാര്യത്തിനെ എല്ലാം മാറ്റി വെച്ചിട്ട് ഫാക്ട് ഓഫ് ദ മാറ്റർ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ടിയിൽ തിരിമറി നടത്തി കോടതിയെ കബളിപ്പിച്ച് മയക്കുമരുന്ന് കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന വിദേശ പൗരനായിട്ടുള്ള ഒരാളിനെ, സീരിയൽ ഒഫൻഡർ ആയിട്ടുള്ള ഒരാളിനെ രാജ്യത്ത് നിന്ന് കടന്നു കളയുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. അതൊരു ചെറിയ ക്രൈമല്ല, അതൊരു വലിയ ക്രൈമാണ്. 3 വർഷത്തെ തടവ് ശിക്ഷ അല്ല അതിന് ഡിസർവ് ചെയ്യുന്നതാണ് വ്യക്തിപരമായിട്ട് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ റജി ലൂക്കോസ്, ഇങ്ങനെ ഒരാളെ കൊണ്ടു നടന്നു